HMPVയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഭൂരിപക്ഷ വാർത്തകളും തെറ്റാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് അകാരണമായ ആശങ്കകൾ പരത്തരുത്. സർക്കാർ വൃത്തങ്ങൾ ശരിയായ വാർത്ത സമയാസമയം പുറത്ത് വിടുന്നുണ്ട്. ഇന്ത്യയിൽ വൈറസിന് ജനിതക മാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മാസ്ക് ധരിക്കുന്നതടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ആവശ്യമെന്നും മന്ത്രി ചാവക്കാട് പറഞ്ഞു. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അല്ലെങ്കിൽ HMPVയെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ഏതാണ്ട് ഭൂരിഭാഗം വാർത്തകളും തെറ്റായ വാർത്തകളാണ്, വാസ്തവവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ്. കാരണം ഇന്നലെ ചില നാഷണൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ചത് ഇത് പുതിയൊരു വൈറസ് ഇന്ത്യയിൽ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ICMR തന്നെ അതിന് വ്യക്തത വരുത്തിയൊരു കുറിപ്പ് ഇറക്കിയിരുന്നു. കേരളം ഇതിന് ഒരു 3-4 ദിവസം മുൻപ് തന്നെ ഞാനൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇത് 2001 ആഗോളതലത്തിൽ കണ്ടുപിടിക്കപ്പെടുന്നത്. പക്ഷേ അതിന് 50 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ വൈറസ് സർക്കുലേറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ് വൈദ്യശാസ്ത്ര ലോകം പറയുന്നത്. കേരളത്തിൽ IAV ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി രൂപീകൃതമായതിനു ശേഷം 2023-ലും 2024-ലും നമ്മുടെ സാമ്പിൾ പരിശോധനയുടെ ഭാഗമായി, റെസ്പിറേറ്ററി പാനലിൻ്റെ പരിശോധനയുടെ ഭാഗമായി ഈ വൈറസ് പലതവണ ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2023-ലെയും 2024-ലെയും ഡേറ്റ എടുത്താൽ 11 തവണ, അതായത് 11 സാമ്പിളുകളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററും വലിയൊരു സാമ്പിളല്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ വൈറസ് അല്ല. ആഗോളതലത്തിൽ തന്നെ 2001 കണ്ടുപിടിച്ചു, അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലും അനേക വർഷങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നൊരു വൈറസാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന രീതിയിൽ, ഭീതിപ്പെടുത്തുന്ന നിലയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ വരുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് തെറ്റിദ്ധരിപ്പിക്കരുത്, ആശങ്ക പടർത്തരുത് എന്നുള്ളതാണ് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ഇതിൽ ചില രാജ്യങ്ങളിൽ ഇതിലൊരു വർധനവ് ഉണ്ട് എന്ന് വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ, ആരോഗ്യവകുപ്പ് ഈ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇത് നമ്മളൊരു 2-3 ആഴ്ചയായിട്ട് ഇക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ലെവൽ RRT കൂടി തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് കൂടുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അത് ജില്ലാതലത്തിൽ, ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളത് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു കാര്യം, ജാഗ്രത എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ഗർഭിണികൾ, പ്രായമുള്ളവർ, ഗുരുതര രോഗമുള്ളവർ അവർ മാസ്ക് ധരിക്കുന്നത് നല്ലതാണ്.